പരിശുദ്ധ ഖുർആൻ 82 സൂറത്തിറങ്ങിയ സ്ഥലം കക്കൂസാണെന്ന് പറഞ്ഞ ആളാണെന്നൊരു വഹാബി പോലും ഉദ്ധരിക്കാറില്ല. 4 വർഷങ്ങൾക്കും ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തി. നിങ്ങൾ ഇത്ര വലിയ സൂക്ഷ്മതയുള്ള വലിയ ചേകനൂരിനെയും കാദ്യാനികളെയൊക്കെ തിരയുന്ന ആളുകളാണെങ്കിൽ ജനങ്ങളെ നിങ്ങളെ ബാധ്യത എന്താ? ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യാഥാർത്ഥ്യമാണെങ്കിൽ നിങ്ങൾ ആ വഹാബി വിഭാഗത്തോട് ലോകാവസാനം വരെ സന്ധിയില്ലാതെ സമരം ചെയ്യണ്ടേ? കാര്യം നിസ്സാരപ്പെട്ട കാര്യമാണോ? പരിശുദ്ധ ഖുർആൻ 82 സൂറത്തിറങ്ങിയ ആ മഹത്തായ വീടിനെ കക്കൂസാക്കൽ നിസ്സാരമായ കാര്യമാണോ? ആ ജനതയോട് ചിരിക്കാൻ പാടുണ്ടോ? ആ ജനതയോട് കളിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ ചിരിക്കണം കളിക്കണം എന്നല്ലേ നമ്മൾ പറഞ്ഞു നടക്കണത്? ഇവരോട് ചിരിക്കാൻ പാടുണ്ടോ കളിക്കാൻ പാടുണ്ടോ? ഇത് തമാശയാണോ? അല്ല. ആ പറഞ്ഞ ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ പള്ളി കയറ്റാൻ പാടുണ്ടോ? അത് പാപ്പ് പറഞ്ഞു കയറിയാൽ മതി എന്ന് പറയണ്ടേ? നിങ്ങൾ ഇത്ര വലിയ മഹാന്മാരാണെങ്കിൽ അതല്ലേ നിങ്ങൾ ചെയ്യണ്ടേ? അതിനെന്തെങ്കിലും ന്യായീകരണം പറയാനുള്ളത്? 4 കൊല്ലം കഴിഞ്ഞു. 4 കൊല്ലം കഴിഞ്ഞു. പരിശുദ്ധ ഖുർആനിലെ 82 സൂറത്തിറങ്ങിയ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട് ഇന്ന് കക്കൂസാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞു. ഒന്നിരിക്കൽ ഇത് ചെയ്ത വഹാബിസത്തിനോട് ലോകാവസാനം വരെ ഞങ്ങൾക്ക് സന്ധിയില്ല നിങ്ങൾ പ്രഖ്യാപിക്കണം. ഇന്ന് നിങ്ങൾ ചിരിക്കാനും കളിക്കാനും പറയുന്നത് അല്ല. ഞാൻ ആരും കുറ്റം പറയല്ല. കുറ്റം പറയല ലക്ഷ്യമല്ല. ഒരു സാമൂഹിക നിരീക്ഷകന് പറയേണ്ട ബാധ്യത ഉണ്ട്, അതുകൊണ്ട് പറയാണ്. അല്ല, ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ ജുമാക്കിനെ കയറ്റാൻ പറ്റുമോ? എന്നെ പള്ളി കയറ്റാൻ പാടുണ്ടോ? തിരുത്തിയിട്ട് പാടാന്ന് പറയണ്ടേ? ബൈബിൾ, ഞാൻ ഉദാഹരണം പറയട്ടെ. ബൈബിൾ സയ്യിദുനാ ഈസാ യേശു ക്രിസ്തുവിന് ബൈബിൾ ഇറക്കപ്പെട്ട സ്ഥലം ഇന്ന് കക്കൂസാണെന്ന് ലോകത്തെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി പറഞ്ഞാൽ ലോകത്തെ ക്രിസ്തീയ സഭകൾ മുഴുവനും തുള്ളൂലേ? അയാൾക്കെതിരെ തീരുമാനമെടുക്കൂലേ? നിങ്ങൾ എനിക്കെതിരെ തീരുമാനം എടുത്തോ? നിങ്ങൾ അവർക്കെതിരെ തീരുമാനം എടുത്തോ? ഏതെങ്കിലും കേരളത്തിലെ ഒരു യൂട്യൂബർമാരുടെയോ വ്ളോഗർമാരുടെയോ 10 ആൾ കൂടിയ ഒരു സംഘടന അവർക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയോ? അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയോ? എന്ത് ദീനാണ് നിങ്ങളെ ദീന്? കുത്താവുന്നവനെ കുത്താൻ്റെ അടുത്തിട്ട് കുത്താന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് ദീനാ? അതേസമയം അതേ പ്രഭാഷണത്തിൽ 4 പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, കേരളത്തിൽ തൊപ്പിയിട്ട് നടക്കുന്ന ഒരു MP അയാളുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് വഹാബിസത്തിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്, കരുതിയിരിക്കുക. എല്ലാവരും കൂടി ഒറ്റച്ചാട്ടന്റെ മേൽ നേതാവാണ് തൊടാൻ പാടില്ല. അപ്പൊ അതോ